ഇപ്പോൾ ദില്ലിയിലെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ദില്ലിയിൽ വിജയ് ചൗക്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. ദില്ലിയിൽ നിന്നുള്ള പ്രതിഷേധ മാർച്ച് മുതിർന്ന നേതാക്കൾ മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ളവർ വിജയ് ചൗക്കിൽ നിന്നും പാർലമെന്റിലേക്ക് നീല വസ്ത്രം ധരിച്ചുള്ള പ്രതിഷേധ മാർച്ചാണ് കാണുന്നത്. പ്രിയങ്ക ഗാന്ധിയെ കാണാം, മല്ലികാർജ്ജുൻ ഖർഗെ കാണാം, മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരിപ്പോൾ പാർലമെന്റിലേക്ക് എത്തുകയാണ്. പാർലമെന്റിൽ പക്ഷേ BJP MP-മാർ പ്രതിഷേധിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. VK ശ്രീകണ്ഠൻ MP അടക്കമുള്ളവരെയും പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള MP-മാരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അയാം അംബേദ്കർ എന്ന പ്ലക്കാർഡുകൾ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം, തത്സമയ ദൃശ്യങ്ങളാണ്, വിജയ് ചൗക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ഇപ്പോൾ പ്രതിഷേധത്തിനുണ്ട്. കേരളത്തിൽ നിന്നുള്ള, വയനാട്ടിൽ നിന്നുള്ള MP പ്രിയങ്ക ഗാന്ധി അടക്കം കയ്യിൽ അയാം അംബേദ്കർ എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിൽ ഇപ്പോൾ പങ്കാളികളായിരിക്കുന്നത്. വിജയ് ചൗക്കിൽ നിന്ന് പാർലമെന്റിലേക്കുള്ള യാത്രയിലാണ്, പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ നോബൽ ബാരിക്കാരൻ ചേരുന്നു. നോബൽ ബാരിക്കാരൻ, രണ്ടു ഭാഗത്തെയും ദൃശ്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ചുവന്ന നിറത്തിലുള്ള കുപ്പായം ധരിച്ചിരിക്കുന്നത് BJP ആണ്. ചുവന്ന തൊപ്പിയും ധരിച്ച് ഒരു വിഭാഗം നേതാക്കൾ എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ നീലക്കുപ്പായം അണിഞ്ഞ് കോൺഗ്രസും എത്തിയിട്ടുണ്ട്. അരുൺ, ഇപ്പോൾ പാർലമെന്റിലേക്കുള്ള നോബൽ തുടരാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഡിംപിളിന്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടിയും BSPയും ഒക്കെ ചുവന്ന കളറിലെ പ്രതിഷേധവുമായിട്ടാണ് എത്തുന്നത്. എന്തായാലും പാർലമെന്റിന്റെ മുന്നിൽ വെച്ച് ഈ പ്രതിഷേധ മാർച്ച് തടയുമോ? MP-മാരായതുകൊണ്ട് തടയാൻ കഴിയില്ലല്ലോ. എന്താണ് നമ്മളിപ്പോൾ കാണുന്നത് നോബൽ ബാരിക്കാരൻ? അരുൺ, പാർലമെന്റിലേക്കുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ വിജയ് ചൗക്കിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് കുറച്ചു ദൂരം മാത്രമാണ് പാർലമെന്റിലേക്ക് ഉള്ളത്. ഈ പാർലമെന്റിലേക്ക് 2 ലൈനായാണ് മാർച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മാർച്ച് നിലവിൽ പാർലമെന്റിലേക്ക് മറ്റൊരു വഴി കറങ്ങിപ്പോകാനാണ് ഈ പ്രതിഷേധക്കാർ ശ്രമിക്കുന്നത്, MP-മാർ ശ്രമിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി ചില സുരക്ഷാ ഒരുക്കങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. എന്താണെങ്കിലും പ്രതിഷേധവും വലിയ രീതിയിൽ തന്നെ വലിയ അണപൊട്ടിയ പ്രതിഷേധമാണ് ഈ അംബേദ്കർ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധ മാർച്ചിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി എത്തിയിട്ടില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളാണ് ഇപ്പോൾ ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. മാർച്ച് ഇപ്പോൾ വിജയ് ചൗക്കിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇനി പാർലമെന്റിലേക്കാണ് ഈ മാർച്ച് പോകുന്നത്. ഈ മാർച്ചിന് വലിയ 2 വശത്തും വലിയ പോലീസ് സുരക്ഷ അടക്കം ഉണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തകരെ നേതാക്കൾക്കടുത്ത്, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്കടുത്തേക്ക് എന്താണെങ്കിലും എത്താൻ മാധ്യമപ്രവർത്തകരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് അവരുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി നേടാൻ കഴിയുമായിരുന്നു. എന്താണെങ്കിലും നിലവിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. MP-മാർ ഒറ്റക്കെട്ടായി, പ്രതിപക്ഷത്തെ MP-മാർ ഒറ്റക്കെട്ടായി വിജയ് ചൗക്കിൽ നിന്ന് പാർലമെന്റിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മാപ്പും രാജിയും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുന്നു. ഈ പ്രതിഷേധത്തിന് വലിയ തരത്തിൽ പ്രതിപക്ഷത്തെ ഒരുപാടിപ്പെട്ട എല്ലാ MP-മാരും ഇപ്പോൾ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. അരുൺ, ഇതേ സമയം തന്നെ പാർലമെന്റിനകത്ത് കോൺഗ്രസ് അംബേദ്കറെ അവമാനിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് BJPയുടെ പ്രതിഷേധവും നടന്നിരുന്നു. BJP 10 മണി മുതൽ തന്നെ BJPയുടെ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. BJP അംഗങ്ങൾ ഇപ്പോൾ ആ പ്രതിഷേധം അവസാനിപ്പിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആണെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഈ മാർച്ച് ഇതേപടി തന്നെ നേരെ പാർലമെന്റിന് അകത്തേക്ക് പോകുമെന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. പാർലമെന്റിലേക്ക് 2 സഭകളിലേക്കായി MP-മാർ പോയിക്കൊണ്ട് അവിടെ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ട് എന്താണെങ്കിലും ഇന്നത്തെ സഭാ നടപടികൾ സ്തംഭിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. JB മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇപ്പോൾ ഇതുവഴി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അല്പദൂരം മാത്രമാണ് പാർലമെന്റിലേക്ക് എത്താൻ വേണ്ടിയുള്ളത്. പല നേതാക്കളും നീല വസ്ത്രങ്ങളും നീല ഷാളുകളൊക്കെ ധരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു. സമാജ്വാദി പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാകുമെന്ന് കരുതുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തതും പ്രതിപക്ഷം ഇന്നിപ്പോൾ പ്രതിഷേധമായിട്ട് ഉയർത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പാർലമെന്റിലേക്ക് MP-മാർ എത്തുമ്പോൾ BJP MP-മാർ ഇന്നലെ മഹരദ്വാറിൽ പ്രതിഷേധിച്ചതുപോലെ ഇവരെ തടയുന്നത് പോലെ എന്തെങ്കിലും നീക്കം നടത്താനുള്ള സാധ്യതയുണ്ടോ നോബൽ?
അരുൺ, പാർലമെന്റിലേക്ക് പോകുന്ന എം പിമാരെ തടയുക ഒരു സാധ്യമല്ല. കാരണം അവരവരുടെ പാർലമെന്റ് അംഗങ്ങൾ കൂടി ആയതുകൊണ്ട് തന്നെ എം പിമാരെ പാർലമെന്റ് അകത്തേക്ക് ഇന്ന് തടയാൻ സാധ്യതയില്ല പ്രത്യേകിച്ച്. പക്ഷേ ഇവർ പ്ലക്കാർഡുകൾ അടക്കം എടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ചുമന്നുകൊണ്ടാണ് പോകുന്നത്, ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു പക്ഷേ ഈ നേരത്തെ തന്നെ പാർലമെന്റ് പ്രധാന കവാടത്തിലടക്കം പ്രതിഷേധങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ പ്ലക്കാർഡുകൾ അനുവദിക്കാതെ സമാധാനപരമായി മുദ്രാവാക്യം വിളിക്കാതെ അകത്തേക്ക് പോകണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുക. അങ്ങനെ അത്തരത്തിൽ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്താണെങ്കിലും ശക്തമായ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരിക്കുന്നു. വിജയ് ചോക്കിൽ അടുത്ത കാലത്ത് ഇത്തരത്തിലൊരു പ്രതിപക്ഷ ഐക്യം, അതായത് പ്രതിപക്ഷത്തിന്റെ പല മീറ്റിങ്ങുകൾ നമ്മൾ വിജയ് ചോക്കിന്റെ പരിസരത്ത് കണ്ടെങ്കിൽ പോലും ഇതുപോലൊരു പ്രതിഷേധം വിജയ് ചോക്ക് പരിസരത്ത് ഈ അടുത്ത ദിവസങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത്ര വലിയ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ പാർലമെന്റിന്റെ പരിസരത്ത് വിജയ് ചോക്കിൽ. വളരെ വേഗം അല്പസമയത്തിനുള്ളിൽ പാർലമെന്റിലേക്ക് എത്തിയാൽ രാഹുൽ ഗാന്ധി എത്തുന്നതോടുകൂടി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് മടങ്ങി വരാം.